ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചില്ലി പനീറാണ്. ചെറിയ ചതുര കഷ്ണങ്ങളായി നുറുക്കിയെടുത്ത 200 ഗ്രാം പനീർ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർക്കാം. കൂടെ തന്നെ പാകത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം സ്റ്റവിലോട്ട് വെക്കാം. തിളച്ചു തുടങ്ങുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി 5 മിനിറ്റ് അടച്ചു വേവിക്കാം. 5 മിനിറ്റിന് ശേഷം സ്റ്റവ് ഓഫാക്കി മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് നന്നായി ചൂടായി വരുമ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന പനീർ വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുത്തതാണിത്. ഇത് നമുക്ക് ബട്ടറിലേക്ക് ഇട്ട് 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് ലോ ഫ്ലെയിമിൽ വേണം ഇത് വഴറ്റിയെടുക്കാനായിട്ട്. 2 മിനിറ്റിന് ശേഷം ഇത് ബട്ടറിൽ നിന്നും മാറ്റാം. ഇനി ഇതിലേക്ക് ഒരു വലിയ സവോളയും പകുതി ക്യാപ്സിക്കവും ചതുര കഷ്ണങ്ങളായി മുറിച്ചതാണ്. ഇത് ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം വഴറ്റുമ്പോൾ ഒരുപാട് അങ്ങ് വഴന്നു പോവാതെ ഈ ഒരു രീതിയിൽ വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതും പാനിൽ നിന്നും മാറ്റാം. ഇനി ഈ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ചൂടാക്കിയെടുക്കാം. ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതും ചേർത്ത് നല്ല ഗോൾഡൻ കളറിലൊന്നും മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് പനീർ ചേർത്ത് യോജിപ്പിക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് എടുത്തേക്കുന്നത്. അതും കൂടി ചേർത്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് പനീർ വേവിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. തിളച്ചു തുടങ്ങുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി വഴറ്റി വെച്ചിരിക്കുന്ന സവോളയും ക്യാപ്സിക്കവും കൂടിയും ചേർത്ത് നല്ലതുപോലെ യോജിപ്പിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് വെക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ 1/2 കപ്പ് വെള്ളത്തിൽ കലക്കിയെടുത്തതാണ്. ഇതുകൂടി ഒഴിച്ചു കൊടുക്കാം. ഇതും കൂടിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് നമ്മുടെ ചില്ലി പനീർ ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വരുന്ന ഒരു സമയം വരെ ഇത് നമ്മളൊന്ന് റെഡിയാക്കി എടുക്കണം. ഒരു 2 മിനിറ്റ് മാക്സിമം മതി. അപ്പോഴത്തേക്ക് അത് നല്ല പാകത്തിന് തന്നെ നമുക്ക് കുറുകി കിട്ടും. ഇപ്പോൾ ഇവിടെ ചില്ലി പനീർ നല്ല കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് മറക്കാതെ പറയുക. ഇൻഷാ അല്ലാ പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.